ഉറക്കം കുറയ്ക്കുക. അതിനെങ്ങനെ ഇപ്പൊ 12 മണി 2 മണി വരെയൊക്കെ ഓൺലൈനിൽ ഇരുന്ന് ഈ മൊബൈലും തോണ്ടി കണ്ണും ചീത്തയാക്കി മറ്റുള്ളവർ കാണിക്കുന്ന ചില ചേഷ്ടകള് കണ്ടിരിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ പലരും. പക്ഷേ ഇവൻ വായെടുത്ത നുണ പറയും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മഹാകവി കാളിദാസൻ ഏറ്റവും വലിയ വിഡ്ഢിയായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് യാമങ്ങൾ കഴിഞ്ഞത് നമ്മൾ ആലോചിക്കുക, ഫ്രിഡ്ജിൽ എത്ര ദിവസത്തെ ഫുഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അറിയാതെ വന്നു ചേരുന്ന ഒന്നാണ് ഈ മടി എന്ന് പറയും. ഷഡ്ദോഷോ പുരുഷേണേഹ ഹാദവ്യാഭൂതിമിച്ഛത. ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നവര് 6 വിധത്തിലുള്ള ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യണം. നിദ്ര, ഉറക്കം. പോത്തുപോലെ കടന്നുറങ്ങും പിള്ളേര്. അല്ല 8 മണിയായാലും എനിക്കില്ല. സരസ്വതിയാമം കണ്ടിട്ടില്ല. ബ്രാഹ്മേ മുഹൂർത്തേ യാ നിദ്ര സാ പുണ്യക്ഷയകാരിണി. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉറങ്ങുന്നവന്റെ പുണ്യങ്ങളെല്ലാം ക്ഷയിച്ചു പോകുന്നു. എങ്ങനെ വന്ദിക്കണം? കുട്ടികളൊന്നും മറന്നുപോയി. 10 വിരലുകളും കൂട്ടി ഹൃദയത്തിലോ ശിരസിലോ വെച്ച് ദേവിയെ തൊഴണം. അത് കഴിഞ്ഞാൽ പ്രദക്ഷിണം വയ്ക്കണം. വന്ദനം കഴിഞ്ഞാൽ അടുത്തതാണ് പ്രദക്ഷിണം. ദേവിക്ക് 4ഓ 7ഓ പ്രദക്ഷിണങ്ങളാവാം. നിവൃത്തിയില്ലെങ്കിൽ ഒരു പ്രദക്ഷിണമെങ്കിലും എല്ലാവരുടെയും വെക്കണം. പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ അടുത്തതാണ് നമസ്കാരം. സ്ത്രീകൾ പഞ്ചാംഗമായിട്ടും പുരുഷന്മാര് സാഷ്ടാംഗമായിട്ടും ദേവിയുടെ നടയിൽ നമസ്കരിക്കാൻ ശ്രമിക്കണം. ഇത് കഴിഞ്ഞാൽ മന്ത്രം ജപിക്കണം. കുറച്ച് ദേവീ സ്തുതികൾ പാടണം. അമ്മേ നാരായണ അറിയുന്നുള്ളൂ എങ്കിൽ അത് ചൊല്ലുക. ഓം നമഃശിവായ എന്ന് 108 പ്രാവശ്യം ജപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദേവി നടയിൽ നിന്ന് ജപിക്കുക. മന്ത്രജപം വേണം. അത് കഴിഞ്ഞാൽ പ്രസാദം സ്വീകരിക്കണം. ഇവിടെ ദേവിക്ക് മന്ത്രമയമായി അർച്ചകൻ തന്റെ ഉള്ളിലുള്ള ആന്തരിക ചൈതന്യം ഉണർത്തി ഒരു ദേവിയെ ഒരു പുഷ്പം കൊണ്ടോ ഫലങ്ങൾ കൊണ്ടോ വെള്ളങ്ങൾ കൊണ്ടോ ധൂപങ്ങൾ കൊണ്ടോ കർപ്പൂരങ്ങൾ കൊണ്ടോ അർച്ചിച്ച അല്ലെങ്കിൽ പൂജിച്ച ഒന്നിനെ നമുക്ക് കയ്യിൽ തൊടുവാനോ കുറിയായിട്ടോ തീർത്ഥമായിട്ടോ പൂവായിട്ടോ കർപ്പൂര ആരാധനയായിട്ടോ തരുമ്പോൾ അതിനെ ഭക്തൻ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ആ പ്രസാദത്തെ സ്വീകരിക്കുക. ഈ 5 കാര്യങ്ങൾ കുട്ടികളെയും പറഞ്ഞു പഠിപ്പിക്കുക. അമ്പലത്തിൽ പോയി തൊഴാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ ചെയ്താലാണ് എന്താണ് തൊഴിൽ പൂർണ്ണമാകുള്ളൂ. ഭദ്രം കലയതീതി ഭദ്രകാളി. നമ്മുടെ ദേവത എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. ഭദ്രകാളി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ആളുകൾക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കല്പമല്ല. ഭദ്രതകളെ നൽകുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ഭദ്രത? ഏതെല്ലാം ഭദ്രതകൾ നമുക്ക് നൽകും? 1 വിദ്യാഭ്യാസപരമായ ഭദ്രത. 2 ധനപരമായ ഭദ്രത. 3 ആരോഗ്യകരമായ ഭദ്രത. ഈ 3 അനുഗ്രഹങ്ങളും നൽകാൻ വെമ്പൽ കൊള്ളുന്ന ദേവിയാണ് നമ്മുടെ പരദേവത. ഇവിടെ വരുന്നില്ല എന്നുള്ളൂ. വർഷത്തിലൊരിക്കലും ഉത്സവത്തിന് എല്ലാവരും വരുന്നു. പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ശാന്തിയും ഇവിടുത്തെ പരിചാരകരും മാത്രമായിട്ട് അവശേഷിക്കുന്നുണ്ടെന്ന് ഒരു വിഷമതയിലുണ്ട്. എന്തായാലും നമ്മുടെ തറവാട്ടിൽ എന്തെങ്കിലും സന്തോഷകരമായ ഒരു കാര്യം നടക്കുമ്പോൾ, പിറന്നാള് തുടങ്ങിയ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ദേവസന്നിധിയിൽ വന്ന് നിങ്ങള് തൊഴുതു പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നാമം ജപിച്ച് സാധനം സ്വീകരിച്ച് പോകുന്നത് ഈ ഭദ്രതകളെ നമുക്ക് ഉണ്ടാക്കി തരാൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് വിദ്യാനാമനരസ്യ രൂപമധികം പ്രച്ഛന്ന ഗുപ്തം ധനം വിദ്യാഭോഗകരീ യശസ്സുഖകരീ വിദ്യാഗുരുണാം ഗുരു വിദ്യാബന്ധുജനോ വിദേശഗമനേ വിദ്യാപരാദേവത വിദ്യാരാജസപൂജ്യതേ നഹിതനം വിദ്യാവിഹീന പശുഃ. വിദ്യാനാമനരസ്യ രൂപമധികം. ആദ്യത്തെ വരി ആലോചിക്കുമ്പോൾ മനുഷ്യന്റെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? വിദ്യ.
നല്ല സൗന്ദര്യമുണ്ട്, വിഡ്ഢിയാണെങ്കിൽ നമ്മള് അവനെ ആദരിക്കുമോ? ഇല്ല. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും സൗന്ദര്യം എന്നറിയപ്പെടുന്നത്, അവകാശപ്പെടാനുള്ളത് തന്റെ വിദ്യയാണ്. ആ വിദ്യയെ പരിപോഷിപ്പിക്കണം. മഹാകവി കാളിദാസൻ ഏറ്റവും വലിയ വിഡ്ഢിയായിരുന്നു. അപ്പൊ വിദ്യോത്തമ എന്ന് പറയുന്ന മഹാരാജ്ഞി ഉണ്ട്. രാജ്ഞിക്ക് വിദ്യ കൊണ്ട് ഗർവുണ്ടായി, വളരെയധികം അഹങ്കാരം ഉണ്ടായി. വിദ്യോത്തമയെ ആർക്കും തന്നെ വാദപ്രതിവാദത്തിൽ തോൽപ്പിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്ക് ആർക്കും. അപ്പൊ ഒരിക്കലും ഈ തോറ്റ പണ്ഡിതന്മാരെല്ലാവരും കൂടി ചേരും. എന്നിട്ട് ഇവളെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളത് നമ്മളെല്ലാവരും എല്ലാ സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തിലുമായാലും ബാക്കി സാമുദായികമായ എന്തെങ്കിലും തോൽവി സംബന്ധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? തോറ്റ ആൾക്കാരെ കൂട്ടിച്ചേർത്ത് പിടിക്കും. ക്ലാസ്സിൽ ഒരു കുട്ടി തോറ്റു, നമ്മളും തോറ്റു, വീട്ടിൽ ചെന്ന് നമ്മള് പേപ്പർ കൊടുക്കും, അവൻ തോറ്റമ്മേ, അങ്ങനെയല്ലേ പറയാ. നമ്മളെ കൂട്ടത്തിലെ ആൾക്കാരുണ്ട് എങ്കിൽ നമുക്കൊരു ബലമുണ്ട്. അതൊരു സംഘടനയാണ് അല്ലെ, സംഘടിക്കുക, അതങ്ങനെയുള്ള ഒരു സംഘടന. അപ്പൊ ഈ പണ്ഡിതന്മാരെല്ലാവരും കൂടി എന്ത് ചെയ്തു? സംഘടിച്ചിട്ട് വിദ്യോത്തമയെ പരാജയപ്പെടുത്താൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ പടുവിഡ്ഢിയെ വിദ്യോത്തമയെ കല്യാണം കഴിപ്പിക്കണം എന്നാണ് പണ്ഡിതന്മാരെല്ലാവരും കൂടി ആലോചിച്ചത്. അങ്ങനെ ഏറ്റവും വലിയ വിഡ്ഢിയെ അന്വേഷിച്ച് നടക്കാണ്. പല രാജ്യങ്ങളിൽ നടന്നു, പല വനമാർഗങ്ങളിലൂടെ ഒക്കെ നടന്നു, നദീതീരങ്ങളിലൂടെ ഒക്കെ നടന്നു. ഏറ്റവും പറ്റിയ വിഡ്ഢിയെ കിട്ടിയില്ല. അവസാനം ഈ പണ്ഡിതന്മാര് തിരിച്ചു പോരുന്ന വഴിക്ക് ഒരാൾ ഇരിക്കുന്ന കൊമ്പ് മുറുക്കിയാണ്. അപ്പൊ അതിനേക്കാളും വലിയ വിഡ്ഢിയില്ല. അപ്പൊ ഇവര് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ഈ മരം മുറിക്കുന്നത് എങ്ങനെയാണോ? ഇരിക്കുന്ന കൊമ്പ് ആരെങ്കിലും മുറിക്കോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ, പെട്ടെന്ന് തന്നെ താഴെ എത്താലോ, നമുക്ക് മരത്തിന്റെ കമ്പ് മുറിയുമ്പോൾ അതിനോട് തന്നെ താഴെ എത്താം, അതുകൊണ്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. അപ്പൊ ഇനി വേറെ മണ്ഡലം തേടേണ്ടതില്ല എന്ന് വിചാരിച്ച് ഈ ആളെ ഈ മരം വെട്ടി താഴ്ത്തു വീണ് കുളിപ്പിച്ച് മുറിയൊക്കെ അലങ്കരിച്ച് ഒരു പണ്ഡിതന്റെ ഭംഗി വരുത്തി, കണ്ടാൽ പണ്ഡിതനാണ് എന്ന് തോന്നുന്ന രീതിയിൽ അലങ്കരിച്ച് വിദ്യോത്തമ മഹാറാണിയുടെ മുന്നിൽ കൊണ്ടുനിർത്തി. പോകുമ്പോ കുറച്ച് അവിടെ പരിപാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. മിണ്ടരുത് അവിടെ ചെന്ന്. ഇയാള് മിണ്ടിക്കഴിഞ്ഞാൽ അറിയാളുടെ എങ്ങനെയാണ് സംഭവം, അല്ലെ ആളുടെ അറിവ് എങ്ങനെയാണ്, ആളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ. മിണ്ടാൻ പാടില്ല എന്ന് ഇയാളെ ചട്ടം കെട്ടി. അപ്പോ ഇദ്ദേഹത്തിന് മൗനവ്രതമാണ് എന്നുള്ള രീതിയിലേക്ക് വിദ്യോത്തമയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണ്ഡിതൻ വന്നിരിക്കുന്നത്. മഹാവിദ്വാനാണ്. വിദ്യോത്തമയ്ക്ക് ഇദ്ദേഹത്തെ പരീക്ഷിക്കാൻ വെമ്പൽ കൊണ്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി വിദ്യോത്തമ ഒരു വിരലിങ്ങനെ ചൂണ്ടി പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു. ആ സമയത്ത് പടുവിഡ്ഢിയായ കാളിദാസന്റെ പൂർവാശ്രമത്തിലെ ഈ വിഡ്ഢി എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? തന്റെ കണ്ണിന് മുന്നിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ പെണ്ണെങ്ങനെ എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുന്നാണ്, ഒരു കണ്ണ് കുത്തി പൊട്ടിക്കാൻ പോകണമെന്ന് ആര് വിചാരിച്ചു? ഇയാള് വിചാരിച്ചു. അദ്ദേഹം പഠിച്ചില്ല, മിണ്ടാൻ പാടില്ല. അപ്പൊ അദ്ദേഹം ചെയ്തു, രണ്ട് പേരെടുത്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചു, നിന്റെ രണ്ട് കണ്ണും ഞാൻ കുത്തി പൊട്ടിക്കുന്ന രീതിയില് വിദ്യോത്തമയെ നേർക്ക് കാണിച്ചു. ഇപ്പോ വിദ്യോത്തമയുടെ പാണ്ഡിത്യം കൊണ്ട് ആ വിദ്യോത്തമ വിചാരിച്ചത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര എന്ന് പറയുന്ന തത്വമാണ്. ബ്രഹ്മസത്യം ഒന്നേ ഉള്ളൂ, അതിൽ നിന്നും പലതായി വിഘടിച്ചു പോന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചം. ഒന്ന് ഈശ്വരൻ മാത്രമാണ്, അതിൽ നിന്നും സ ഈക്ഷത ബഹുസ്യാം പ്രജായേയം ബ്രഹ്മസൂത്രത്തിലെ ഒരു വരിയാണ്. ആ മഹാത്മാവ് ആഗ്രഹിച്ചു എനിക്ക് പലതായി മാറണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ആ അർത്ഥത്തിലാണ് വിദ്യോത്തമ കൈവരൽ ചൂണ്ടി ഒന്നുള്ളൂ എന്ന് പറയുന്നത്. ഇയാള് രണ്ട് കണ്ണും കുത്തി പൊട്ടിക്കുന്ന രീതിയിലാണ് പറഞ്ഞതെങ്കിൽ വിദ്യോത്തമ മനസ്സിലാക്കിയത്
ജീവനും ജീവാത്മാവും പരമാത്മാവും രണ്ടും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വിദ്യാർത്ഥമ മനസ്സിലാക്കിയത്. അപ്പൊ അദ്വൈതം മാത്രമല്ല ദ്വൈതം കൂടി അനുവർത്തിക്കേണ്ട ശാസ്ത്രമാണ് എന്ന് വിദ്യോത്തമയെ ചിന്തിക്കുകയും മഹാപണ്ഡിതനാണെന്ന് വിചാരിക്കുകയും അന്ന് തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. പെട്ടെന്നായി രാത്രി ഇതൊക്കെ കഴിഞ്ഞു കിടക്കാൻ നേരത്ത് ഇയാള് പാറപ്പുറത്ത് കിടന്ന് കാട്ടില് വസിച്ച ആളാണ്. പാറപ്പുറത്ത് കിടന്ന ആളാണ്. പട്ടുമെത്തെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രാത്രി വളരെ വൈകി അർദ്ധരാത്രി ആയപ്പോ ഇയാള് സ്വപ്നം കാണണം. ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള തൊഴിൽ ഒട്ടകത്തെ മേഖലാണ്. സംസ്കൃതത്തിൽ ഒട്ടകത്തിന് ഉഷ്ട്രഹ എന്നാണ് പറയും. ഉഷ്ട്രഹ. ഇദ്ദേഹം സ്വപ്നത്തിൽ ഉട്ര 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 എന്ന് പറയുന്നത് കേട്ടപ്പോ വിദ്യാർത്ഥം എഴുന്നേറ്റ് നോക്കി. ഉഷ്ട്രഹ എന്ന് പോലും പറയാൻ സാധിക്കാത്ത ഒരു പടുവിദ്യയാണല്ലോ ഞാൻ വിവാഹം കഴിച്ചത് എന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തെ ആ രാത്രിയിൽ ഏൽപ്പിക്കാം. എഴുന്നേറ്റ് കാട്ടിലുള്ള കാളി ക്ഷേത്രത്തിലേക്കാണ് പറഞ്ഞയക്കുന്നത്. അദ്ദേഹം കാളി ക്ഷേത്രത്തിലെത്തി. ഭദ്രകാളി യാമായിരുന്നു. ഇദ്ദേഹം ചെന്ന സമയത്ത് ക്ഷേത്രം തുറന്ന് ഭദ്രകാളി ഈ യാമത്തിൽ വിഹരിക്കാൻ പോയിരിക്കുകയാണ്. ഇദ്ദേഹം ക്ഷേത്രം തുറന്ന് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി വാതിലടച്ചിരുന്നു. എന്റെ കാളിദേവി പുറത്ത് വന്ന് ഈ വാതില് കൊട്ടി വിളിച്ച സമയത്ത് രണ്ടുപേരും തർക്കങ്ങളാണ്. ആരാണ് അകത്ത്, ആരാണ് പുറത്ത്, നീ ആരാണെന്നൊക്കെ ഒരു ചോദ്യങ്ങൾ വന്നു. അതിന്റെ അവസാനത്തിൽ ഞാൻ നിന്റെ നാവ് വാതിൽ പഴുതിലൂടെ നീട്ടാൻ പറയാണ് ദേവി. വാതിലിന്റെ പഴുതിലൂടെ നാവ് എന്ത് ചെയ്തു? കാളിദാസൻ നീട്ടിയ ആ സമയത്ത് ദേവത ഈ നാവിൽ ഒരു മന്ത്രം എഴുതിയെന്ന്. അങ്ങനെയാണ് കാളിദാസൻ കാളിയുടെ ദാസനായി മാറുന്നതും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിദ്വാൻ ആയി മാറുന്നു. ഒരു പടുവിദ്യയെ വിദ്വാനാക്കാനുള്ള ഭദ്രത നൽകുന്ന ഒന്നാണ് ദേവി കാളി എന്ന് പറയുന്നത്. അപ്പൊ ഈ ദേവിയെ ഉപാസിക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങള് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു ദേവതയാണെന്നുള്ളൊരു ഭാവനയിൽ നമ്മള് തൊഴുമ്പോൾ അല്ലെങ്കിൽ ദേവിയെ അർച്ചന ചെയ്യുമ്പോൾ, ദേവി കാര്യത്തിൽ രമിക്കുമ്പോഴൊക്കെ ചിന്തിക്കണം. അപ്പൊ വിദ്യ നാമനരസ്യ രൂപമധിക, ഏറ്റവും പടുവിദ്യയായ കാളിദാസനെ ആദരിക്കുകയാണ് നമ്മൾ. കണ്ടാലും കാട്ടുജാതിക്കാരനെ പോലെ ഇരിക്കുന്ന ആളാണ്. അപ്പൊ തന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വിദ്യയാണ്. പ്രച്ഛന്നഗുപ്തം ധനം, പ്രച്ഛന്നഗുപ്തം അപഹരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത ധനമാണ് വിദ്യ. ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ എല്ലാവിധത്തിലുള്ള സമ്പത്തും ആർക്ക് വേണമെങ്കിലും അപഹരിച്ചു കൊണ്ടുപോവാം. പക്ഷെ എന്റെ അറിവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അപഹരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് അറിയാതെ വന്നു ചേരുന്ന ഒന്നാണ് ഈ മടി എന്ന് പറയും. ഷഡ്ദോഷോ പുരുഷേണേഹ ഹാദവ്യ ഭൂതിവിച്ഛത. ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നവര് 6 വിധത്തിലുള്ള ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യണം. നിദ്ര, ഉറക്കം. പോത്തുപോലെ കടന്നുറങ്ങും പിള്ളേര്. അല്ല, 8 മണിയായാലും എനിക്കില്ല. സരസ്വതിയാമം കണ്ടിട്ടില്ല. ബ്രാഹ്മേ മുഹൂർത്തേ യാ നിദ്ര സാ പുണ്യക്ഷയകാരിണി. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉറങ്ങുന്നവന്റെ പുണ്യങ്ങളെല്ലാം ക്ഷയിച്ചു പോകുന്നു എന്ന് നമ്മുടെ സനാതന ധർമ്മത്തില് ആദ്യമായിട്ട് പറയുന്ന ഒരു കുട്ടി ഒരു ഗൃഹം തുടങ്ങുന്നത് എപ്പോഴാണ്? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു വീട് ഉണരണം. അപ്പൊ അങ്ങനെയുള്ള ശീലങ്ങൾ, നിദ്ര, ഉറക്കം കുറയ്ക്കുക. അതിനെങ്ങനെ? ഇപ്പൊ 12 മണി 2 മണി വരെയൊക്കെ ഓൺലൈനിൽ ഇരുന്ന് ഈ മൊബൈലും തോണ്ടി കണ്ണും ചീത്തയാക്കി മറ്റുള്ളവർ കാണിക്കുന്ന ചില ചേഷ്ടകള് കണ്ടിരിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ പലരും. ശ്രദ്ധയില്ല, അവർക്ക് അറ്റൻഷൻ നഷ്ടപ്പെട്ടു പോകുന്നു. അറിയുന്നില്ല, അവരുടെ കണ്ണുകൾ ചീത്തയാവുന്നു, അവരുടെ ബുദ്ധി വികലമായി മാറുന്നു. അറിയാതെ നിദ്ര, തദ്ര, ഭയം, അനാവശ്യമായ പേടി, ഒന്നും ചെയ്യാനുള്ള ധൈര്യമില്ല.
വീടുകളുടെ അകത്തളങ്ങളിലെ മൊബൈലും അല്ലെങ്കിൽ മറ്റുള്ള ഓൺലൈൻ മാധ്യമങ്ങളുമായി ജീവിക്കുന്ന ഒരാൾ പുറത്തിറങ്ങി നടക്കാൻ മടിക്കുന്നു. മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക്. അവരാരെന്ന് അന്വേഷിക്കാൻ, അവരോട് കൂട്ടുകൂടാനും നല്ല മിത്രങ്ങളില്ലാത്ത അവസ്ഥ വരുന്നു. ഇങ്ങനെ ഒരുപാട് ഭയം, ക്രോധം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ദേഷ്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കുട്ടികളെ സംബന്ധിച്ച്. അങ്ങനെ പല സിനിമകളിൽ പോലും നമുക്ക് അധ്യാപകരെ തല്ലുന്നൊരു സിനിമ ഇപ്പൊ അടുത്ത് ഈ കാലഘട്ടത്തിൽ തല്ലി ആരെയാണ് തല്ലേണ്ടെന്ന് അറിയില്ല. അധ്യാപകരെ തല്ലുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു. ഇനിയോ ആലസ്യം, ദീർഘസൂത്രത, ആലസ്യം, മടി. എല്ലാത്തിനോടും ഒരു മടിയുണ്ടാകുക. അത് നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാര് വിദ്യാർത്ഥിനത്തിന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോലെ ഉള്ള കുട്ടികളോട് ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, ഇനിയിപ്പോ അവന്റെ രീതിയിൽ നടക്കട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ അവനെ എപ്പോഴും പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയായി മാറാൻ ശ്രമിക്കണം. ഈ 6 വിധത്തിലുള്ള ദോഷങ്ങൾ, ദീർഘസൂത്രത, അവസാനത്തെ ദോഷമാണ് ദീർഘസൂത്രത. വലിച്ചു നീട്ടുക, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങള് ഇന്ന് ചെയ്യാതിരിക്കുക, വിദ്യാലയത്തിൽ പോയി അന്നന്ന് ചെയ്യേണ്ട പാഠഭാഗങ്ങൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വലിയ അജ്ഞാനത്തിലേക്ക് വഴി തെളിക്കുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടാവണം. വിദ്യ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായി, നമുക്ക് വേണ്ടുവോളം വിദ്യ ഉണ്ടായി, അറിവുണ്ടായി. അവസാനം പറയുന്നു, വിദ്യ കൊണ്ട് എന്താണ് നേടേണ്ടത്? വിനയമാണ് ഉണ്ടാകേണ്ടത്. എങ്ങനെയാണ് വിനയം? അത്രയും കുലീനത ഉണ്ടാകണം. നമ്മുടെ വിദ്യാർത്ഥികള് വീടുകളില് മുതിർന്നവരെയും അതേപോലെ അറിവുള്ളവരെയും ബഹുമാനിക്കാനുള്ള ഒരു ശീലം വളർത്തിയെടുക്കണം. വിദ്യ കൊണ്ട് ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. വിദ്യ കൊണ്ട് യാതൊരു വിധത്തിലുള്ള അഹങ്കാരവും നമുക്കുണ്ടാകാൻ പാടില്ല. വിനയമാണ് ഉണ്ടാകേണ്ടത്. വിനയം എന്ന് പറയുമ്പോൾ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ഈ പണ്ഡിതൻ ശങ്കരാചാര്യരുടെ കാലഘട്ടത്തില് പെരിയാറിന്റെ തീരത്തിൽ ഒരുപാട് പണ്ഡിതന്മാര് നിലകൊണ്ട ഒരു സമയമാണ്. ഒരിക്കല് ചതുർവേദിയായി പണ്ഡിതൻ പുഴയ്ക്ക് അക്കരെ കടക്കാൻ ശ്രമിക്കുകയാണ്. അന്ന് ഈ പാലങ്ങളൊന്നുമില്ല. ഈ പണ്ഡിതൻ ഒരു തോണിക്കാരനെ ആശ്രയിച്ചിട്ട് വേണം ഈ തോണി തുഴഞ്ഞു വേണം എന്ത് കടക്കാൻ, ഈ നദിക്കരയിലേക്ക് അപ്പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. ഈ തോണിക്കാരൻ വളരെ സാധുവാണ്. അദ്ദേഹം ഈ തോണിക്കാരന്റെ തോണിയിൽ കയറിയിട്ട് യാത്ര ആരംഭിച്ച സമയത്ത് തോണിക്കാരനോട് ചോദിച്ചു, ഋഗ്വേദാദി ചതുർവേദങ്ങൾ നീ അഭ്യസിച്ചിട്ടുണ്ടോ? ആ തോണിക്കാരൻ എവിടുന്ന് ചതുർവേദങ്ങൾ അഭ്യസിക്കാൻ? ഇല്ല. പണ്ഡിതൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ജീവിതത്തിന്റെ കാൽഭാഗം നഷ്ടായി. വളരെ വിഷമിച്ചു ഈ തോണിക്കാരൻ. കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പണ്ഡിതൻ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ അഹങ്കാരം വർദ്ധിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, നീ ശാസ്ത്രങ്ങൾ അഭ്യസിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. വീണ്ടും ഈ പണ്ഡിതൻ പറഞ്ഞു, നിന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം നഷ്ടമായി. വളരെ വിഷണ്ണനായി. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും നദിയുടെ ഏകദേശം നടുവിലായപ്പോ വീണ്ടും ചോദിച്ചു, നീ ഇതിഹാസങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല മഹാത്മാവേ, ഞാൻ ഗുരുകുലത്തിൽ പോവാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് അക്ഷരം പഠിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഞാൻ ഈ തോണി തുഴഞ്ഞിട്ടാണ് ജീവിച്ചിരുന്നത്. അക്കരെയുള്ളവരെ ഇക്കരെ എത്തിക്കാനും ഇവിടെയുള്ളവരെ അവരെ അപ്പുറത്ത് നദി കടത്തുവാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ 3/4 ഭാഗവും നഷ്ടപ്പെട്ടു. അവസാനം നല്ല ഇടിയും മഴയും വന്ന ഈ സമയത്ത് വള്ളത്തിൽ വെള്ളം കയറാൻ തുടങ്ങി. 2 പേര് കോരിക്കളഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ തുഴയുന്നുണ്ട്, കോരിക്കളയുന്നുണ്ട്. പക്ഷെ വെള്ളത്തിൽ ഇത് മുങ്ങിപ്പോകുമോ എന്ന് ചിന്തിച്ചു 2 പേരും. വളരെ ഭയാനകമായ മഴയാണ്. അവസാനം തോണിക്കാരൻ പണ്ഡിതനോട് ഒരു ചോദ്യം ചോദിച്ചു തിരിച്ച്, അങ്ങ് നീന്തൽ പഠിച്ചിട്ടുണ്ടോ?
ഇല്ല. ഈ ശാസ്ത്രങ്ങളൊക്കെ പാരായണവും പഠനമായപ്പോ നീന്തലൊന്നും പഠിക്കാൻ പറ്റിയില്ല. അങ്ങയുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ഈ നദിയിൽ ഒഴുകിപ്പോകും. അദ്ദേഹം എന്ത് ചെയ്തു? നല്ല മഴയായി, വെള്ളം നിറഞ്ഞോ, വെള്ളം മുങ്ങി, തോണിക്കാരൻ നീന്തി കയറി, പണ്ഡിതൻ അവിടെ ഒടുങ്ങി. അപ്പൊ പണ്ഡിതൻ പാണ്ഡിത്യം കൊണ്ട് ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. വിനയമാണ് വിദ്യ കൊണ്ടുണ്ടാകേണ്ടത്. അത് ആർജിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്തെങ്കിലും ഒരറിവ് നമുക്കുണ്ട് എങ്കിൽ അതിൽ ഗർവ് ഒരിക്കലും നന്നല്ല. അത് നമ്മുടെ പുരോഗമനത്തിന് വളരെ തടസ്സമായിട്ട് നിൽക്കും. വിനയമാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ വിദ്യാർത്ഥി എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് ഒരു ഗുരുത്വമുള്ള ഒരു വിദ്യാർത്ഥിയായി മാറണം. ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, കർണൻ സകല ശാസ്ത്ര പണ്ഡിതനാണ്. എല്ലാ വിദ്യകളും അർജുനേക്കാളും ഉപരി പാണ്ഡിത്യമുള്ള ആളാണ്. അതേപോലെ ധനുർവേദത്തിൽ വളരെ ശസ്ത്രവിദ്യയിൽ അധികം പ്രാവീണ്യമുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള ഒരാള് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? നമുക്കറിയാം, പരശുരാമന്റെ സാമീപ്യം കൊണ്ട് അദ്ദേഹം വിദ്യ ആർജിക്കാൻ ചെന്നു. പരശുരാമന് ഒരു കുഴപ്പമുണ്ട്, ബ്രാഹ്മണന് മാത്രമേ വിദ്യ പറഞ്ഞു കൊടുക്കുള്ളൂ. കർണൻ വിചാരിച്ചു താൻ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ് പരശുരാമന്റെ കൂടെ കൂടി എല്ലാ വിദ്യകളും അഭ്യസിച്ചു. അവസാനം രണ്ടുപേരും കൂടി തീർത്ഥയാത്രയ്ക്ക് പോയി മടങ്ങി വരുന്ന സമയത്ത് ക്ഷീണിതനായി ഗുരുവും ശിഷ്യനും ഒരു വലിയ ആൽത്തറയുടെ തിണ്ണയിൽ കിടന്നുറങ്ങി പരശുരാമൻ. കർണന്റെ മടിയിലാണ് അദ്ദേഹം ഉറങ്ങുന്നത്. ഈ സമയത്ത് ഒരു തേള് വന്ന് കർണന്റെ തുടയിൽ കടിച്ചു. മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഈ തുടയിൽ നിന്നും രക്തം പൊടിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ചെവിട്ടിൽ വീണു. അപ്പോൾ ഗുരു ഉണർന്നു. ഉണർന്ന സമയത്ത് കർണന്റെ തുട മുഴുവൻ ചോര ഒലിച്ചിറങ്ങുകയാണ്. തന്റെ ഗുരുവിന്റെ ഉറക്കത്തിന് വിഘ്നം വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് വേദന കട്ടിച്ചമർത്തിക്കൊണ്ട് നിലകൊണ്ട ഒരാളാണ് കർണൻ. ഗുരു ഉണർന്ന സമയത്ത് കർണനോട് ചോദിക്കാൻ, നീ ആരാണ്? ഒരിക്കലും ബ്രാഹ്മണന് ഇങ്ങനെയുള്ള ഒരു സഹനശക്തി ഉണ്ടാകുകയില്ല. നീ ക്ഷത്രിയനല്ലേ എന്ന് ചോദിച്ചിട്ട് പറയാണ്. അവസാനം ഇദ്ദേഹം ശപിക്കുകയാണ് ചെയ്തത്. പ്രാപ്ത വിദ്യാഹ പ്രയോഗ സമയേ നിഷ്ഫലാഹ ഭവേയുവോ. നിനക്ക് ലഭിച്ച വിദ്യ പ്രയോഗിക്കുന്ന സമയത്ത് നിഷ്ഫലമായി പോകട്ടെ. കേവലം കർണന് മാത്രമുള്ള ഒരു ശാപമല്ല, നമുക്കും അത് വരാവുന്നതാണ്. കാരണം ഗുരുദ്രോഹിയായ ഒരു ശിഷ്യന് ഗുരുവിൽ നിന്നും അഭ്യസിച്ച വിദ്യ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാവർത്തികമാക്കാനുള്ള കഴിവ് ഉണ്ടാകില്ല. അത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള കഥകൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞു കേൾപ്പിക്കണം, ബഹുമാനിപ്പിക്കാൻ പഠിപ്പിക്കണം. ഇതൊക്കെ വീട്ടിൽ നിന്ന്, വീടാണ് വിദ്യാലയം. വിദ്യാഭ്യാസം തുടങ്ങുന്നത് അമ്മയുടെ കയ്യിൽ നിന്നാണ്, സ്വന്തം വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ ടി വി വെച്ച് ആ ടി വി കാണുന്ന ഒരു രീതിയുണ്ട്. അവര് പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ടി വിയിലാണ്. ഇങ്ങനെയുള്ള ഒരു രീതി നമ്മൾ നിസാരമായി വിടാൻ പാടില്ല. ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആവഹനീയം എന്ന് പറയുന്ന അഗ്നി ഉള്ളിൽ കരുതിക്കൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും വിധത്തിലുള്ള ദോഷം, വിഷമുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഇഷ്ടാപൂർത്തങ്ങളെ ബാധിക്കുമെന്നാണ്. അപ്പൊ അവരെ പരിഗണിക്കുക, മുതിർന്നവരെ പരിഗണിക്കുക, ഗുരുവാക്യങ്ങളെ അനുസരിക്കുക. ഒരുപാട് തത്വചിന്തകൾക്ക് ഉപദേശിച്ചു തരുന്ന ഗുരുവിനെ, നമ്മുടെ ഗുരു എന്ന സങ്കല്പം എന്ന് പറയുമ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് നാരായണ ഗുരുദേവനിലാണ്. ഗുരുദേവൻ പറഞ്ഞ 10 വാചകങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. നമ്മൾ പല വിധത്തിലുള്ള ആവശ്യങ്ങൾ കുട്ടികളുടെ നിറവേറ്റി പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു 10 ഉപദേശം പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? ആത്മപരിശോധന ചെയ്ത് കുറ്റപ്പെടുത്തുകയല്ല. അപ്പൊ കുട്ടികളെ ആ രീതിയിൽ പഠിപ്പിക്കുക, അതിന്റെ ദോഷവശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക, ഉപകഥകൾ പറഞ്ഞു കൊടുക്കുക, അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക.
ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയായി മാറാൻ ശ്രമിച്ചാൽ നമുക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ വിദ്യയുടെ ഭദ്രത നമുക്കുണ്ടാകും. അവസാനം ശിക്ഷ എല്ലാം കഴിഞ്ഞു. ശിക്ഷ എന്ന് പറഞ്ഞ സംസ്കൃതത്തിലെ വിദ്യാഭ്യാസം. അവസാനം ഗുരു ഉപദേശിക്കുന്ന ഭാഗമുണ്ട്, ശിഷ്യാനുശാസനം. ഈ തൈത്തിരീയ ഉപനിഷത്തിലാണ് ഈ ശിഷ്യാനുശാസനം ഉള്ളത്. 12 വർഷം ഗുരുവിന്റെ അടുക്കൽ പോയി നിന്നുകൊണ്ട് എല്ലാ വിദ്യയും ആർജിച്ച് അവൻ തിരിച്ചു പോരുന്ന സമയത്ത് ഗുരു പറയാണ്, വേദമനൂച്ചാചാര്യന്തേവാസിനം അനുശാസ്തി, നീ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? സത്യം വദ. ആദ്യമായിട്ട് പറയാണ് സത്യം പറയണം. വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് പറയാൻ എളുപ്പമാണ് സത്യം പറയാൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എത്ര നുണ ഒരു ദിവസം പറയുന്നുണ്ട് എന്ന് അല്ലെ? കുട്ടികളെ സംബന്ധിച്ചാണ് നുണ പറയുന്നത് ശീലിപ്പിക്കരുത്. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇപ്പൊ അതിന് നുണ തള്ളുക എന്നാണ് കുട്ടികൾ പറയുന്നത്. വേറൊരു ഭാഷയാണ്, മലയാള നിഘണ്ടുവിൽ ഇല്ല. ഇനി എഴുതച്ചേർക്കപ്പെടേണ്ട ഒരു വരിയാണ് തള്ളുക. അച്ഛൻ തള്ളല്ലേ എന്ന് പറയും മോൻ. അപ്പൊ ഒരു വിശ്വാസം വരുന്നില്ല. ഇങ്ങനെയാണ് നുണയുടെ ഒരു മാലപ്പഴക്കം എന്ന രീതിയിലാണ് കുട്ടികൾ നുണ പറയുന്നത്. അപ്പൊ അത് തെറ്റാണ്. എങ്ങനെയാണ് നുണ പറയൽ കുറയ്ക്കുക? ഞാൻ ഏകദേശം ഒരു 10 വർഷം മുമ്പ് സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ഒരു കുട്ടി അമ്മ സ്കൂളിൽ വരികയാണ്, മാഷേ ഇവൻ വായെടുത്താൽ നുണ പറയും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് നുണ പറയുന്ന എങ്ങനെ തിരുത്താൻ എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആരെങ്കിലോടൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം നുണ പറയാതിരിക്കാൻ എന്താ ചെയ്യാൻ. അങ്ങനെ ആ ആഴ്ചയിൽ ഒരു ഇതേപോലെ ഒരു സത്സംഗത്തിന് പോയപ്പോ ഒരു പള്ളിയിൽ അച്ഛനെ കണ്ടുകൂട്ടി. എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഈ നുണ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ? നിങ്ങൾ എന്താ ചെയ്യുന്നു? ഞങ്ങൾ അവരെ പഠിപ്പിക്കും, സത്യത്തിന്റെ പാണ്ഡവും പേറി എന്റെ ദൂതന്മാർ എപ്പോഴും നിന്നോട് കൂടെയുണ്ട് എന്ന ബൈബിളിലെ വചനാണ്. നല്ല വാക്കാണ് കേട്ടത്. സത്യത്തിന്റെ പാണ്ഡവും പേറി എന്റെ ദൂതന്മാർ എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. സത്യം പറയുന്നത് നോക്കി എന്റെ ദൂതന്മാര്, കർത്താവിന്റെ ദൂതന്മാര് എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. നീ ശ്രദ്ധിക്കണം. നീ നുണ പറയുമ്പോൾ, അസത്യം പറയുമ്പോൾ അതൊന്ന് ചിന്തിച്ചിട്ട് വേണം നുണ പറയാൻ. ഇതാണ് എനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയ ഉപദേശം. ഞാൻ ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോ അമ്മ വന്നപ്പോ ഞാൻ കുട്ടിനോട് ഇങ്ങനെ പറയാൻ പാടില്ല. ഈശൻ ജഗത്തിൽ ആവസിക്കുന്നത് കൊണ്ട് നീ, നാരായണ ഗുരുദേവൻ പറയുന്നതാണ്. ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് ഒരൊറ്റൊരു ഉപനിഷത്താണ് നാരായണ ഗുരുദേവൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളൂ. ഈശാവാസ്യം. ഈശൻ ജഗത്തിൽ ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെ ഇന്ധനം. ഈശൻ ജഗത്തിൽ ആവസിക്കുകയാണ്. നിന്റെ പ്രവൃത്തികള് കാണാൻ വേണ്ടിയിട്ട് ഈശ്വരനുണ്ട്. ആ ചൈതന്യമാണ് നിനക്ക് നല്ലതും ചീത്തയും നൽകുന്നത് നാളെ. അങ്ങനെയുള്ള ഈശ്വരൻ നീ പറയുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ട്, നീ ചെയ്യുന്ന ചെയ്വനകൾ അറിയുന്നുണ്ട്. അതിന്റെ പുണ്യപാപങ്ങൾക്കനുസരിച്ചാണ് നിന്റെ ഭാവി എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറഞ്ഞു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോ ഈ അമ്മ വന്ന് വളരെ സന്തുഷ്ടവതിയായിട്ട് പറയാണ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൻ സത്യം മാത്രം പറയാൻ ശ്രമിക്കുന്നു. വലിയൊരു കാര്യമല്ലേ? ഒരുപാട് ജ്ഞാനമുത്തുക്കൾ നമ്മുടെ കയ്യിലുണ്ട്. അതൊന്ന് കുട്ടികളെ വിഷയം വെറുതെ കേൾക്കല്ല, ഉള്ളിൽ തട്ടി പറയാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാത്മാ പ്രമദഃ. ആ ഉപദേശങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾക്കറിയണം, ആദ്യം സത്യം പറയണം, ധർമ്മം ചരിക്കണം, സ്വാധ്യായാത്മാ പ്രമദഃ. സ്വയം പഠിക്കുന്നതിൽ നിന്നും ഒരിക്കലും ഒരു വിദ്യാർത്ഥി മാറാൻ പാടില്ല. ഇന്നും എന്തെങ്കിലും പഠിക്കാതെ പോകരുത്. നമുക്കും ആ ശീലം ഉണ്ടാവണം, എന്തെങ്കിലും ഒന്ന് പഠിക്കണം. ആചാര്യൻ പറയണം, നീ ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുമ്പോൾ, ഒരു ശിഷ്യൻ പോകുമ്പോൾ നിന്റെ അറിവ് എന്നും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി
പഠിച്ചുകൊണ്ടിരിക്കണം. MBBS പഠിക്കുന്ന ആളുകളുണ്ട്, എന്നും പഠിക്കുകയാണ് അവര്. പുതിയ തരം രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്നു, പുതിയ തരം ആഹാര രീതികൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ എന്താണെന്ന് പഠിക്കുന്നു, അതിനു വേണ്ട റെമഡി കാണുന്നു. അപ്പൊ എങ്ങനെ ശിഷ്യൻ എപ്പോഴും പഠിക്കുന്ന ഒരാളായിരിക്കണം. ഇനി എന്താ പറയുന്നത്? ധർമ്മപ്രജകളെ സൃഷ്ടിക്കണം, കുലത്തിന്റെ വർധനത്തിന് വേണ്ടി വിവാഹം കഴിക്കണം. ഈ ശിഷ്യനോട് പറയാണ് ധർമ്മപ്രജകൾക്ക് വേണ്ടി നിലകൊള്ളണം. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് സത്യാന്ന പ്രമദിതവ്യം, കുശലാന്ന പ്രമദിതവ്യം, ഭൂത്യേന പ്രമദിതവ്യം. അവസാനം പറയാണ് മാതൃദേവോ ഭവ. ഇന്ന് മാതൃദിനാണ്. അമ്മയെ ദൈവതാതുല്യം കരുതണം. ശങ്കരാചാര്യര് അമ്മയെ നമസ്കരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യത നൈരുച്യം തനിശോഷണം മലമയി ശയ്യാച സംവത്സരി ഏകസ്യാപി ഗർഭഭാരഭരണക്ലേശസ്യ ശിക്ഷമോ ദാതും നിഷ്കൃതി മുന്നതോ വിതനയ തസ്യൈ ജനന്യൈ നമഃ. അമ്മേ നിനക്ക് നമസ്കാരം. എങ്ങനെ പറയുന്നത്? ആസ്താം താവതീയം പ്രസൂതി സമയേ, പ്രസവ സമയത്തുണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, അത് പ്രസവിച്ച് എനിക്ക് പറഞ്ഞാല് മനസ്സിലാവില്ല. അനുഭവിച്ച അമ്മമാരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ, അതിനേക്കാളും വലിയ വ്യഥ ലോകത്തിൽ ഇല്ല. നൈരുച്യം, ഒരു വർഷക്കാലം ഒന്നും രുചിയോടുകൂടി ഭക്ഷിക്കാൻ സാധിച്ചിട്ടില്ല അമ്മയ്ക്ക്. എന്നെ ഗർഭം ധരിച്ച അന്ന് മുതൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഒരു വർഷക്കാലം രുചിയോട് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. ഇങ്ങനെ ഒരു വർഷക്കാലം ചുമന്ന ആളാണ്. തനിശോഷണം, എന്റെ ശരീരം മെലിഞ്ഞു പോകുന്നു, തനിശോഷണം സംഭവിക്കുന്നു. മലമയി ശയ്യാച സംവത്സരി, മലമയിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുട്ടിയുടെ മൂത്രത്തിലും മലത്തിലും കൂടി കെടുക്കേണ്ട ഒരു അവസ്ഥ അമ്മയ്ക്ക് ഉണ്ടാകുന്നു. ഏകസ്യാപി ഗർഭഭാരഭരണക്ലേശസ്യ, ഒരു പ്രാവശ്യം പ്രസവിച്ച അമ്മയെ, ആ അമ്മയ്ക്ക് സമാനമായിട്ടൊന്നും നൽകാൻ എനിക്കില്ല. അങ്ങനെയുള്ള അമ്മയെയാണ് ഞാൻ നമസ്കരിക്കുന്ന. അമ്മയെ നമസ്കാരം. ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും മാതൃദിനത്തിൽ നമസ്കാരം. ഇങ്ങനെയുള്ള ആ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ. അച്ഛനുണ്ട് ഇതേപോലെ, അച്ഛനും ഇതേപോലെയാണ് കുട്ടിയെ സംരക്ഷിക്കുന്ന രീതി. ഈ വേദനകൾ അനുഭവിച്ചിട്ടില്ലാമോ? പിതൃദേവോ ഭവ, ആചാര്യനെ ദേവനായ ആചാര്യ ദേവോ ഭവ, ആചാര്യനെ ദേവതാതുല്യം പരിഗണിക്കണം. കാണുന്ന ദൈവങ്ങളാണിവർ. കോവിലുകളിൽ അടച്ചിട്ട് പൂജിക്കുന്ന ദൈവത്തെക്കാളും വലിയ ദേവതയാണ് എന്ന് മനസ്സിലാക്കണം. ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയായിരിക്കണം നമ്മൾ വിദ്യാഭ്യാസം നേടേണ്ടത്. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മനുഷ്യനെ ചേർത്ത് നിർത്താനുള്ള കഴിവുണ്ടാകണവന്, തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് യേശുദേവൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത് നിൽക്കുന്ന അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവൻ അരൂപനാം ഈശ്വരൻ അദൃശ്യനഹോ. തൊട്ടടുത്ത് നിൽക്കുന്ന അനുജനെ നോക്കാൻ കണ്ണില്ലാത്തവൻ ഈശ്വരനെ കാണാൻ സാധിക്കുമോ? അപ്പൊ ഈ കാണുന്ന എല്ലാം തന്നെ തന്റെ സഹോദരനാണെന്നുള്ളൊരു മനോഭാവം ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നതാകണം വിദ്യാഭ്യാസം. ഞാൻ ഓർക്കുന്നത് കഠോപനിഷത്തിൽ ഒരു കഥയാണ്. കഠോപനിഷത്തിൽ അശ്വലിന് യാഗം നടത്തുന്ന സമയത്ത് നചികേതസ് വരുന്നൊരു സംഭവമുണ്ട്. പശുക്കളെ ദാനം ചെയ്യുന്ന സമയത്ത് അച്ഛൻ പശുക്കളെ യാതൊരു വിധത്തിലും ഉപയോഗമില്ലാത്ത പശുക്കളെ ദാനം ചെയ്യുന്നത് കണ്ടിട്ട് അച്ഛനോട് ചോദിച്ചു, എന്നെ ആർക്കാണ് അച്ഛൻ കൊടുക്കാൻ പോകുന്നത്? അപ്പൊ നിന്നെ ഞാൻ കാലന് കൊടുക്കും എന്ന് പറഞ്ഞു ദേഷ്യത്തിൽ. ഇദ്ദേഹം എവിടെ പോയി? നേരെ യമപുരിയിലേക്ക് പോയി. 3 ദിവസം അവിടെ നിന്നപ്പോൾ 3-ാം ദിവസമാണ് യമം വരുന്നത്. യമപുരിയിലെ വാതിലില് അതിഥിയായ ഈ ബ്രാഹ്മണകുമാരൻ ക്ഷണിക്കാതെ ചെന്ന ആളാണ് യമപുരിയിൽ. നമ്മളൊക്കെ അവസാനമാണ് പോകുള്ളൂ, ഇദ്ദേഹം നേരത്തെ പോയി. അപ്പൊ ഈ വാതിൽക്കൽ നിന്ന് 3 ദിവസം പട്ടിണിയായി നിന്നത് കൊണ്ട് 3 വരങ്ങൾ കൊടുത്തു എന്നാണ്.
ആദ്യത്തെ വരം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ എന്നെ കുറിച്ച് വിഷമിക്കാതെ സമാധാനമായി നിലകൊള്ളണം. അച്ഛനടുത്ത് ദേഷ്യം പിടിച്ചിട്ടാണ് വന്നത്, അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത് സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഒരു അഗ്നിവിദ്യ ഉപദേശിക്കണം. ആ അഗ്നിവിദ്യ എനിക്ക് പറഞ്ഞു തരണം യമനോട് പറഞ്ഞു. അതിനെന്താ പറഞ്ഞു കൊടുത്തു. നല്ല മിടുക്കനായ ഒരു ശിഷ്യനായതുകൊണ്ട് ആ അഗ്നിവിദ്യ നല്ല രീതിയിൽ പഠിച്ചു. ആ പഠനത്തില് സന്തോഷിച്ചുകൊണ്ട് നാചികേതാഗ്നി എന്ന് പറഞ്ഞ് ആ അഗ്നിയെ വിശേഷിപ്പിച്ചു. ഇനി അവസാനം മൂന്നാമത്തെ ബ്രഹ്മവിദ്യ ഒന്ന് പറഞ്ഞു തരണം പറഞ്ഞു. അപ്പോ ഇദ്ദേഹം പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ബ്രഹ്മവിദ്യ ഒന്നും നീ പഠിക്കേണ്ട കാര്യമില്ല. ശതായുഷഃ പുത്രപൗത്രാൻ വൃണീഷ്വ ബഹൂൻ ഹസ്തിഹിരണ്യവശ്വാൻ ഭൂമേർ മഹദായതനം വൃണീഷ്വ സ്വയം ച ജീവയാവതിച്ഛസി. ഓനെ ശതായുഷഃ പുത്രപൗത്രാൻ വൃണീഷ്വ, നീ 100 കണക്കിന് വയസ്സ് ജീവിക്കുന്ന പുത്രനെയും പൗത്രനെയും നീ ചോദിച്ചോ. ബഹൂൻ ഹസ്തി ഹിരണ്യവശ്വാൻ, ഒരുപാട് ഹിരണ്യം സ്വർണം ചോദിച്ചോ. ഹസ്തി ആനകളെ ചോദിച്ചോ, പശുക്കളെ ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഇതിലൊന്നും വീഴാതെ നചികേതസ് പിടിച്ച പിടിയാലെ ബ്രഹ്മവിദ്യ യമനിൽ നിന്നും സ്വാധ്യായം ചെയ്തു. അതൊരു വശം. അപ്പൊ ഇങ്ങനെ പ്രലോഭനങ്ങളിൽ വീഴാത്തൊരു സമൂഹം ഉണ്ടാവണം. ചുറ്റുപാടും പല വിധത്തിലുള്ള അസാൻമാർഗിക പ്രവൃത്തികൾ ഉണ്ടാകും. അതിൽ നമ്മുടെ തറവാട്ടുകാർ പെടാൻ പാടില്ല. അടുത്തതാണ് ധനപരമായ കാര്യങ്ങൾ പറഞ്ഞു. ആരോഗ്യകരമായ ഭദ്രത ഉണ്ടാവണം നമുക്ക്. ആരോഗ്യമാണ് പരമമായ പ്രധാനമായ വിഷയം. കാളിദാസൻ കുമാര സംഭവത്തിലും പറയുന്നുണ്ട്, ശരീരം തന്നെയാണ് ആദ്യമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ബലമായ ഒരു ശരീരം ഉണ്ടാകണം. ധർമ്മസാധനമാണത്. അതുകൊണ്ട് ശരീരത്തെ സംരക്ഷിക്കേണ്ടത് എങ്ങനെ സംരക്ഷിക്കും? എന്താണ് ശരീരത്തെ സംരക്ഷിക്കാൻ ചെയ്യേണ്ടത്? ഒരുപാട് ഗ്രന്ഥങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. രോഗശോക പരീതാപ ബന്ധന വ്യസനാനിച ആത്മാപരാധ വൃക്ഷാണാം ഫലാന്യേതാനി ദേഹിനാം. രോഗം, ശോകം, പരീതാപം ഇതൊക്കെ ഉണ്ടാകുന്നത് ആത്മാപരാധ വൃക്ഷത്തിന്റെ ഫലങ്ങളാകുന്നു. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ പുണ്യപാപത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് രോഗം, ശോകം, പരീതാപം, വ്യസനം തുടങ്ങിയതൊക്കെ ഉണ്ടാകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അതിന് ധാർമ്മികപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അനുഷ്ഠാനങ്ങൾ ചെയ്യണം, അതൊക്കെ ചെയ്യാം. ഇനി എന്തെങ്കിലും ദ്രോഹങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ അപരാധം ചെയ്യുക, ആ അപരാധത്തിന് ശാന്തി നൽകുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? ഭഗവാൻ പറയുന്നുണ്ട് ഗീതയില് എങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം. 3 വിധത്തിലുള്ള ആൾക്കാരാണ് നമ്മളിലുള്ളത്. ഒന്ന് സാത്വിക ഗുണം, ഒന്ന് രാജസ ഗുണം, ഒന്ന് തമോ ഗുണം. സാത്വിക ഗുണങ്ങള് നല്ല നല്ല പഴങ്ങള്, പാല് തുടങ്ങിയ ആഹാരങ്ങൾ കഴിക്കണം. അത് ശരീരത്തിന് നല്ലതാണ്. ഔഷധ ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്നൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നു. രണ്ടാമത്തെ കൂട്ടരാണ് കട്ടു അമ്ല ലവണ അത്യുഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസസ്യേഷ്ട ദുഃഖ ശോകാമയ പ്രദാഹ. കടു, അമ്ളം. കടു എന്ന് പറഞ്ഞാൽ എരിവ് വളരെയധികം കൂടിയ ഭക്ഷണം. അമ്ളം, പുളിയുള്ള ഭക്ഷണം. കട്ടു അമ്ല രൂക്ഷ തീഷ്ണ രൂക്ഷങ്ങളായ അധികം മസാലകൾ ചേർത്ത് ഗന്ധം വരുന്ന ഭക്ഷണങ്ങൾ. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഇത് രാജസ ഗുണങ്ങളെ ഉണ്ടാക്കുന്നു. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തില് വളരെയധികം പങ്ക് എന്തിനുണ്ട്? ആഹാരത്തിനുണ്ട്. അങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് പിന്നെയും കുഴപ്പമില്ല. അവസാനം പറയാണ് യാതയാമം ഗതരസം പൂതി പരീക്ഷിതം ഉച്ഛിഷ്ടം അമേദ്യഞ്ച ഭോജനം താമസപ്രിയം. യാതയാമം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് യാമങ്ങൾ കഴിഞ്ഞത്. നമ്മൾ ആലോചിക്കുക, ഫ്രിഡ്ജിൽ എത്ര ദിവസത്തെ ഫുഡ് ഇരിക്കുന്നത് കേട്ടാ. യാതയാമം ഗതരസം, രസം പോയത്. എന്നുവെച്ചാൽ നമ്മൾ വിചാരം രസം വന്നതാണെന്നാണ്. തലേ ദിവസം ഉണ്ടാക്കിയ കറി പിറ്റേ ദിവസം കഴിക്കുമ്പോൾ രസം വന്നതാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. രസം പോയതാണ്. ഗതരസം. ഉച്ഛിഷ്ടമേ ചാമേദ്യം, ഉച്ഛിഷ്ടമായ ഭക്ഷണം.
ഒരാൾ കഴിച്ചതിന്റെ ബാക്കി ആ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഒരാൾ കഴിച്ചതിന്റെ എച്ചില് ഒരിക്കലും മറ്റൊരാളും കഴിക്കാൻ പാടില്ല. അതേത് ആത്മബന്ധം ഉണ്ടാവും. നമ്മൾ ഒറ്റ പ്ലേറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചതെന്നൊക്കെ പറയാം, പക്ഷെ പാടില്ല. ആരോഗ്യകരമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്കും അത് ഹാനിയാണ്. ഒരാൾക്ക് നമ്മൾ രണ്ടാൾക്കും അസുഖം വന്ന് കിടന്നാൽ എന്താവും? ഒരാളെ ശുശ്രൂഷിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാകും. ആ ശുശ്രൂഷിക്കേണ്ട ആളും എന്താവും? രോഗത്തിന് അടിമയായി പോവും. അത് മനസ്സിലാക്കി ഉച്ഛിഷ്ടങ്ങൾ കഴിക്കാൻ പാടില്ല, അമേദ്യങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഭോജനം താമസപ്രിയം, താമസന്മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണ രീതിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമുക്കറിയാം, നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെയധികം നമുക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അനുവർത്തിച്ചു പോരുന്നു. ഈ ജങ്ക് ഫുഡൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രോഗങ്ങള് കുറയാൻ അതാണ് കാരണം. പിന്നെ ശുദ്ധിപഞ്ചകങ്ങള് പാലിക്കാൻ ശ്രമിക്കുക. ശരീരശുദ്ധി വരുത്താൻ ശ്രമിക്കുക. കുളിക്കുക എല്ലാ ദിവസവും. സ്നാനം നാമ മനഃപ്രസാദജനനം ദുസ്വപ്ന വിധ്വംസനം. സ്നാനം എന്താകുന്നു? മനഃപ്രസാദത്തെ ഉണ്ടാകുന്നു, ശരീരത്തിന്റെ അഴുക്കുകളെ കളയുന്നു. ഇതെല്ലാം ശാരീരികമായ ശുദ്ധിക്ക് നല്ല കുളി അത്യാവശ്യമാണ്. നീ കുളിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കാൻ പാടില്ല. നാദുരോ മഹാനിശി, ആതുരൻ ഒരു രോഗിയായ ആള് കുളിക്കാൻ പാടില്ല. മഹാനിശി, മഹാരാത്രിയിൽ അർദ്ധരാത്രി വന്ന് കുളിക്കാൻ പാടില്ല. ഇതൊക്കെ രോഗങ്ങൾക്ക് കാരണമായി മാറുന്നു. കുറേയേറെ പറയുന്നില്ല, നമ്മുടെ സമയം പരിമിതിയുണ്ട്. എന്തായാലും ആരോഗ്യകരമായ ഭദ്രത നമുക്കുണ്ടാകണം. അതേപോലെ ധനപരമായ ഭദ്രത ഉണ്ടാകണം. അതേപോലെ വൈജ്ഞാനികമായ ഭദ്രത ഉണ്ടാകണം. അത് നൽകുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു ദേവിയാണ് നമ്മളെ. ആ ദേവിയെ നമ്മൾ പരിഗണിക്കണം, പ്രാർത്ഥിക്കണം. അതിനു വേണ്ട പൂജ നടത്തണം. ഏതെങ്കിലും പൂജയിൽ സംബന്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വന്ന് സംബന്ധിക്കണം. ഇങ്ങനെയുള്ള ഒരാളായിരിക്കണം ഓരോ വ്യക്തിയും. ഈ രീതിയിലുള്ള അനുഗ്രഹത്തോടു കൂടി വളരണം. കാളിദാസന് ശാകുന്തളത്തിൽ പറയുന്നുണ്ട്, ഒരു അമ്മ, ഒരു ഗൃഹിണി, ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വീട്ടുകാരി അല്ലെങ്കിൽ ഒരു യുവതി ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? കൂടുതലും കുടുംബത്തെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് നമ്മളെ തറവാട്ടിൽ നിന്നും കല്യാണം കഴിച്ചു പോകുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട, കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആലോചിക്കണം, ഞാൻ കല്യാണം കഴിക്കാനുള്ള പരിപക്വതയായോ? ഒരു ഗാർഹികമായ ജീവിതത്തിന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കൽപ്പുണ്ടോ? ഒരു ഗൃഹിണി എന്തെല്ലാം കാര്യങ്ങൾ ധാർമ്മികപരമായി ചെയ്യാനുണ്ട് എന്ന് ആലോചിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. ഇപ്പൊ കല്യാണം കഴിക്കുന്ന കുട്ടികൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന് അറിയാത്ത രീതിയിലാണ് കല്യാണം. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ കല്യാണം തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകും. അതിക്ക് മുമ്പ് നമ്മളൊക്കെ മരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും. കാരണം അങ്ങനെയാണ് ജീവിതത്തില് പല കാഴ്ചകളും, സാമൂഹികമായ കാഴ്ചകൾ നമ്മളെ അമ്പരിപ്പിക്കുന്നതാണ്. എന്തായാലും പോട്ടെ, കല്യാണം കഴിച്ച് നീ ഭർതൃഗൃഹത്തിലേക്ക് വധു പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് കണ്ണോ മഹർഷി, കാളിദാസൻ കണ്ണോ മഹർഷിയിലൂടെ പറയുന്നുണ്ട്. ശുശ്രൂഷസ്വ ഗുരുൻ ഗുരുപ്രിയ സഖീ വൃത്തിം സപതി സപത്നീജനേ ഭർതൃവിപ്രകൃതാഭിരോഷണതയാമസ്മ പ്രദീപം ഗമാ ഭൂയിഷ്ടം ഭവദക്ഷിണാ പരിജനേ ഭാഗ്യേശ്വരുത്സേകിനി യാംഗ്യേവം ഗൃഹിണീ പദം യുവതയോ വാമാഹ കുലസ്യാധയഃ. ശുശ്രൂഷസ്വ ഗുരുൻ, നീ കല്യാണം കഴിഞ്ഞ് ദുഷ്യന്ത മഹാരാജാവിന്റെ രാജധാനിയിലേക്കാണ് പോകുന്നത്. അവിടെ നീ ഗുരുക്കന്മാരെ കാണും. രാജകൊട്ടാരത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. പല വിദ്യകളും ഉപദേശിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. അവരെ നീ എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം. നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, അവിടെയുള്ള കാരണന്മാരെ ഒന്നും അടിച്ച് നിലംബരച്ചാക്കരുത്, ശുശ്രൂഷ ചെയ്യണം. ഇനിയോ ഗുരുപ്രിയ സഖീ
സപത്നീജനെ എന്ത് ചെയ്യണം? പ്രിയ സഖിയായി സപത്നിമാരോട് മാറണം. ആദ്യത്തേട് നമുക്കില്ല, കാരണം രാജാവ് ബഹുഭാര്യ കർത്തവ്യമാണ്. ഒരുപാട് ഭാര്യമാരുണ്ട് രാജാവിന്, ദുഷ്യന്ത മഹാരാജാവ്. അവരായിട്ട് നീ അംഗം വെട്ടാൻ പോകരുത്. ഒരു പ്രിയ സഖികളെ പോലെ, കൂട്ടുകാരികളെ പോലെ വളരണം. പണ്ടത്തെ കാലഘട്ടത്തിലെ ഉപദേശങ്ങളാണ്. അടുത്തത് പറയാണ്, ഭർത്താവ് വിദ്വേഷിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ രോഷണതയാ, രോഷം കൊണ്ട് നീ കലി തുള്ളി വിറങ്ങലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. മാസ്മ പ്രദീപംഗമ, അവനെ ഭർത്താവിനെ അതുപോലെ തന്നെ പ്രതികരിക്കുക. ഭർത്താവ് എങ്ങനെയാണോ പ്രതികരിച്ചത്, ഒരു ചട്ടി എടുത്തെറിഞ്ഞെന്ന് വിചാരിക്കും, ഞാൻ അപ്പൊ ഉരുളി എടുത്തെറിയുന്നുള്ള രീതിയിൽ പ്രതികരിക്കാൻ പാടില്ല. രോഷനായ മാസ്മ പ്രദീപംഗമ. ഭൂയിഷ്ടം ഭവദക്ഷിണാ പരിജനെ, രാജ്ഞിയായിട്ടാണ് നീ പോകുന്നത്. കാട്ടിൽ നിന്നാണ് ശകുന്തള പോകുന്നത്. രാജകൊട്ടാരത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കണ്വൻ ക്രാന്തദർശിയായ മഹർഷിയാണ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഭൂയിഷ്ടം ഭവദക്ഷിണാ പരിജനെ, നിങ്ങളുടെ ജോലിക്കാരികളൊക്കെ ഉണ്ടാവും രാജകൊട്ടാരത്തിൽ, പരിജനങ്ങൾ ഉണ്ടാവും, എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ നൽകുന്ന ഒരുപാട് പരിജനങ്ങൾക്കുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. നമ്മുടെ വീട്ടിലും എന്തുണ്ട്, കുറച്ച് പണിക്കാരിപ്പോ വരുന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ശ്രമിക്കണം. ഇനിയോ ഭാഗ്യം വരുന്ന സമയത്ത് ഭാഗ്യേഷനുൽസേകിനി, ഭാഗ്യം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവിധത്തിലുള്ള ഭാഗ്യങ്ങളുണ്ട് എന്ന് വിചാരിച്ച് ഒരിക്കലും ഗർവ് കാണിക്കാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല. ഒരച്ഛൻ പറഞ്ഞു കൊടുക്കാണ്, കണ്ണൻ മഹർഷിയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹർഷിയുടെ ഉപദേശമാണ് യാന്ത്യേവം ഗൃഹിണി പദം യുവതയോ, ഇതാണ് യഥാർത്ഥ ഗൃഹിണി. വീടല്ല, വീട്ടമ്മയാണ് വീട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവിടുത്തെ വീട്ടുകാരി ഇല്ല, വീട്ടമ്മ ഇല്ല, ഗൃഹനായിക ഇല്ല, ഗൃഹനാഥ ഇല്ലെങ്കിൽ നമുക്കത് വീടായി തോന്നോ? ഇല്ല. ബാക്കി എല്ലാവരും ഉണ്ട് അവിടെ, പക്ഷെ നമുക്കത് വീടായിട്ട് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഗൃഹിണിയാണ് എന്താ ആ വീടിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗൃഹിണിയായി നീ മാറണം. അല്ല എങ്കിൽ വാമാഹ കുലസ്യാദയഃ, തിരിച്ചാണ് എങ്കിൽ, ഇതിൽ നിന്നൊക്കെ പറഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ആണ് എങ്കിൽ നിന്റെ പ്രവൃത്തി കുലത്തിന് ആദയ, കുലത്തിന് ശോഭിക്കാത്ത രീതിയിലായി മാറും. അങ്ങനെ കുലധർമ്മികളായി മാറണം നമ്മുടെ തറവാട്ടിൽ ഓരോരുത്തരും. കുലത്തിന് കളങ്കമുണ്ടാകുന്ന ഒരു പ്രവൃത്തികളും നമ്മുടെ തറവാട്ടിലുള്ളവരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നാരായണ ഗുരുദേവൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഭർത്താവിനെ കുറിച്ചും ഭാര്യയെ കുറിച്ചുമുള്ള ധർമ്മിണികൾ എങ്ങനെയായി മാറണമെന്ന് പറയുന്നുണ്ട്. ശ്രീനാരായണ ധർമ്മത്തിലെ വാക്കുകളാണ്. ഭർത്താവ് ഒരിക്കലും ഭാര്യയെ അടിക്കാൻ പാടില്ല. ഭാര്യയെ തല്ലുന്നത് എന്താണ് വലിയ അഭിമാനമായിട്ട് ആരും എടുക്കേണ്ടതില്ല. മാതൃവത് പരിപാലയെ, എങ്ങനെയാണോ ഒരമ്മയെ പരിപാലിക്കുന്നത് അതുപോലെ തന്നെ പരിപാലിച്ചു കൊണ്ടുപോകണം. ധനേന വസ്ത്രേണ പ്രേംന, ധനം അവർക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കൊടുക്കണം. വസ്ത്രേണ, വസ്ത്രത്തിൽ ഭ്രമമുള്ളവരാണവർ, അവരെന്ത് ചെയ്യണം? വസ്ത്രം മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. പ്രേംന, സ്നേഹത്താൽ അവരെ എന്ത് ചെയ്യണം? എപ്പോഴും സന്തതം ദോഷേന്താരാൻ, എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് ഭർത്താക്കന്മാരോട് പറയുന്നു. ഈ ഉപദേശങ്ങളൊന്നും കാണാതെ, ഗുരു പറഞ്ഞ ഉപദേശങ്ങളൊന്നും അനുഷ്ഠിക്കാതെ, ഇതൊന്നും വായിക്കാതെ വിവാഹം കഴിച്ചു പോവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഗാർഹപത്യ ജീവിത രീതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വിവാഹം കഴിക്കാൻ. ധർമ്മ പ്രജകൾക്ക് വേണ്ടിയിട്ട് ആയിരിക്കണം നമ്മുടെ വിവാഹം എന്ന് പറയുന്നത്. നമ്മുടെ കാമനകളിൽ നിന്നും ഉണ്ടാകുന്നതല്ല കുട്ടിക്ക് വേണ്ടി അനുഷ്ഠിച്ച് ആ എന്താ പറയാ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹത്തോടു കൂടി തന്റെ ഒരു ധർമ്മ പ്രജയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ഒരു യജ്ഞം പോലെ
ഗർഭാധാനം എന്ന് പറയുന്ന പ്രവൃത്തി ആദ്യത്തെ ആശ്രമത്തിലെ ബ്രഹ്മചര്യാശ്രമം, അതേപോലെ ഗാർഹപത്യാശ്രമത്തിൽ രണ്ടാമത്തെ ആശ്രമത്തിൽ ആദ്യത്തെ വിവാഹം കഴിഞ്ഞിട്ട് ഗർഭാധാനം എന്ന ഷോഡ സംസ്കാരത്തിലെ ആദ്യത്തെ സംസ്കാരം അനുഷ്ഠിക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ കാമനതകളിൽ നിന്നുണ്ടാകേണ്ടതല്ല കുട്ടി. ഒരു ദിവസം ചിദാനന്ദപുരി സ്വാമി ഒരു അമ്മയോട് ചോദിച്ചു, മഹാകുറുമ്പനാണ് എന്റെ കുട്ടി അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ കുറ്റം പറയും. അപ്പൊ സ്വാമി എടുത്ത വഴി ചോദിച്ചു, ഞാൻ തന്നെ ഞെട്ടിപ്പോയി, നിന്റെ കുട്ടി പ്രൊഡക്റ്റ് ആണോ ബൈ പ്രൊഡക്റ്റ് ആണോ? കൂടുതൽ പറയുന്നതിൽ മനസ്സിലാവും. പ്രൊഡക്റ്റ് ആണോ ബൈ പ്രൊഡക്റ്റ്? ഈ കുട്ടിക്ക് വേണ്ടി വ്രതം അനുഷ്ഠിച്ച് കുട്ടിക്ക് വേണ്ടി എന്താ പറയാ ഭഗവാനെ പൂജിച്ച് അതിനെ വരിച്ച് ഗർഭാധാനം നടത്തിയതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കാമകേളികളിൽ നിന്നുണ്ടായതാണോ പുത്രി? അപ്പോ എങ്ങനെയാണ് ഒരു ഗാർഹപത്യത്തിൽ ഗർഭാധാനം തുടങ്ങി അന്ത്യേഷ്ടി വരെയുള്ള 16 സംസ്കാരങ്ങളുണ്ട്. ഗർഭാധാനം, പുംസവനം, സീമന്തോനയനം, ജാതകർമ്മം, നാമകരണം, ഇതിൽ കുറച്ച് സംസ്കാരങ്ങളാണ് നമ്മൾ നടത്തുന്നുള്ളൂ. ബാക്കിയൊക്കെ സംസ്കാരങ്ങള് മറന്നുപോയി. ഓട്ടെ, അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. നാമകരണ സംസ്കാരം നടത്തുമ്പോൾ അതിനു മുമ്പ് നടത്തേണ്ട 4 സംസ്കാരത്തിനും പ്രായശ്ചിത്തം നടത്തിയിട്ടാണ് നാമകരണം, പേരുവിളി നടത്തുക. ആ പേരുവിളിക്കുമുണ്ട് വിവിധങ്ങളായ ഈ ധർമ്മത്തിൽ അനുശാസിക്കുന്ന നിയമങ്ങൾ, അതനുസരിച്ച് വേണം നടത്തുവാൻ. ഇങ്ങനെയുള്ള ഗാർഹപത്യ നിയമങ്ങള് നമ്മൾ അറിയാൻ ശ്രമിക്കുക. ഒരു നല്ല ഗാർഹപത്യ ജീവിതം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്, കുടുംബ ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു സ്ത്രീ തന്റെ ഒരു 10, 20, 25 വയസ്സ് വരെ അല്ലെങ്കിൽ 24 വയസ്സ് വരെയൊക്കെ സ്വന്തം വീട്ടിൽ നിന്നും കുറെ ശീലങ്ങൾ ശീലിച്ച് തീർത്തും യാതൊരു വിധത്തിലുമുള്ള പരിചയമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പറിച്ചു നടുമ്പോൾ പല വിധത്തിലുള്ള ത്യാഗം നടത്തിയിട്ടാണ് ആ കുട്ടി നമ്മുടെ തറവാട്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടിൽ നിന്ന് മറ്റുള്ള തറവാട്ടിലേക്ക് പോകുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഭാര്യയും ഭർത്താവും ഒരു വിശ്വാസ്യത ഉണ്ടാകണം, പരിഗണന ഉണ്ടാകണം. വീട്ടിൽ എല്ലാവരെയും പരിഗണിക്കണം, ഭാര്യയെ മാത്രമല്ല കുട്ടിയെ പരിഗണിക്കണം. കുട്ടികൾ പറയുന്നത് കേൾക്കാനെങ്കിലും. നമ്മുടെ കുട്ടികള് പലതും സ്കൂളുകളിൽ നിന്ന് പോരുന്നു, അല്ലെങ്കിൽ പല സാമൂഹികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അത് കേൾക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? നമുക്ക് നേരമില്ല, അവരെ കേൾക്കാൻ കഴിയുന്നില്ല. ആദ്യം വേണ്ടത് ഒരാളെ കേൾക്കാനുള്ള മനസ്ഥിതിയാണ്. ആ കേൾവി ഒരുപാട് ഗുണമുണ്ടാക്കും നമ്മുടെ ജീവിതത്തിലും, അതേപോലെ കുട്ടികളുടെ ജീവിതത്തിലും. എന്തെങ്കിലും വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ തിരുത്താനും സാധിക്കും. അപ്പൊ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കണം എന്തൊക്കെ ഉണ്ടായി, എന്തെല്ലാം കാര്യം കുത്തി ചോദിക്കണം. അവരെ കേൾക്കാൻ ശ്രമിക്കണം. അവരുടെ കുട്ടികളെ വളർത്തുമ്പോഴും ശ്രദ്ധിക്കണം. ലാളയെ പഞ്ചവർഷാണി, ആദ്യത്തെ 5 വർഷം അവരെ ലാളിക്കണം. താടയെ ദശവർഷം, 10 വർഷം നല്ല അടിയടിക്കണം. ഇന്ന് പോയിട്ട് അടിക്കരുത് കേട്ടോ. താടയെ ദശവർഷം പ്രാപ്തേതു ഷോഡശേ വയസ്സി പുത്രം മിത്രവദാചരേ, 16ാമത്തെ വയസ്സാകുമ്പോൾ പുത്രം മിത്രവദാചരേ, ഒരു പുത്രനെ, മിത്രത്തെ തോളിൽ കൈയിട്ട് പോകണം അച്ഛനും മോനും. ലാളനാത് ബഹവോ ദോഷാഹ, ലാളന കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകുന്നു. താടനാത് ബഹവോ ഗുണാഹ, കുറച്ച് ശകാരം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തസ്മാത് പുത്രം ച ശിഷ്യം ച, അതുകൊണ്ട് പുത്രനെയും ശിഷ്യനെയും താടയെ നതുലാളയെ, അടിക്കണം, ലാളിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ ശിഷ്യന്മാരൊന്നും തല്ലാൻ പറ്റില്ല, സ്വന്തങ്ങളാകിനതല്ല. അപ്പൊ അങ്ങനെ കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ വളർച്ചാ ക്രമത്തിൽ ഓരോ കാലഘട്ടമുണ്ട്. ശൈശവം, അല്ലെ കൗമാരം, അതേപോലെ യൗവനത്തിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരാളായി മാറണം. അവന്റെ സുഹൃത്തായി മാറണം അച്ഛൻ. പ്രാപ്തേതു ഷോഡശേ വയസ്സി, 16ാമത്തെ വയസ്സാകുമ്പോൾ അവന്റെ മിത്രമാചരേ, മിത്രത്തെ പോലെ കൊണ്ടുപോകണം. ഈ രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള ഗാർഹിക നിയമങ്ങളും അറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാകും. ഇത് നമുക്കറിയാവുന്നതാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എന്തായാലും ഈ കുടുംബ സംഗമത്തില് ഇങ്ങനെയുള്ള ഒരു വിചാരവും അതോടൊപ്പം ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമൂഹ തറവാട്ടിലെ ആളുകളെ
മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കണം. മാത്രമല്ല, തറവാടിന് എല്ലാവിധത്തിലും ഐശ്വര്യമായി ഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ദേവിയാണ്. നമ്മുടെ തറവാട്ടിലെ പരദേവതയാണ് നമ്മളെല്ലാവരെയും കാക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ തറവാട്ടിലെ നമ്മുടെ എനർജി ഇവിടെ നിന്നാണ് നമുക്ക് ബൂസ്റ്റ് ചെയ്യുന്നത്. അത് ഇവിടെ നിന്നുണ്ടാവണം. പരദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുത്തച്ഛന്മാരായിട്ട് ഉപാസിച്ച് വന്നിരിക്കുന്ന ഒരു ദേവതയാണ്. നമ്മുടെ കാരണന്മാര് നേരത്തെ ഉപാസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ചു വന്ന ദേവിയെ നേരത്തെ ഒരു തറവാട്ടിലായിട്ടുണ്ടാവും ഇത്. ആ തറവാടിൽ നിന്ന് കുടുംബങ്ങൾ വികസിച്ചതോടുകൂടി ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചതാണ് നമ്മുടെ ദേവി. അപ്പൊ എല്ലാവിധത്തിലുള്ള ആരാധനകളും നടക്കാൻ പരിപാവനമായ ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് ദേവിയെ, നമ്മുടെ ഒരു ക്ഷേത്രത്തിലെ മച്ചിലിരുന്ന ദേവിയെ അല്ലെങ്കിൽ പൂജാമുറിയിലിരുന്ന ദേവിയെ നമ്മുടെ തറവാട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഭക്തരായ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ആചാര്യൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നിത്യാർച്ചകനായ പൂജാരി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, ആചാര്യനും അർച്ചകനും കാര്യം വിട്. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഭക്തരായ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തരായ നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് 5 കാര്യങ്ങൾ ചെയ്യണം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇത് പറഞ്ഞുകൊണ്ട് നിർത്താം. ഭക്തരായ നമ്മൾ ആദ്യം വരുമ്പോൾ നമസ്കരിക്കണം. നമസ്കരിക്കുക എന്ന് പറയുന്നത് തൊഴുക, വന്ദിക്കുക. എങ്ങനെ വന്ദിക്കണം? കുട്ടികളൊന്നും മറന്നുപോയി. 10 വിരലുകളും കൂട്ടി ഹൃദയത്തിലോ ശിരസിലോ വെച്ച് ദേവിയെ തൊഴണം. അത് കഴിഞ്ഞാൽ പ്രദക്ഷിണം വയ്ക്കണം. വന്ദനം കഴിഞ്ഞാൽ അടുത്തതാണ് പ്രദക്ഷിണം. ദേവിക്ക് 4ഓ 7ഓ പ്രദക്ഷിണങ്ങളാവാം. നിവൃത്തിയില്ലെങ്കിൽ ഒരു പ്രദക്ഷിണമെങ്കിലും എല്ലാവരുടെയും വെക്കണം. പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ അടുത്തതാണ് നമസ്കാരം. സ്ത്രീകൾ പഞ്ചാംഗമായിട്ടും പുരുഷന്മാര് സാഷ്ടാംഗമായിട്ടും ദേവിയുടെ നടയിൽ നമസ്കരിക്കാൻ ശ്രമിക്കണം. ഇത് കഴിഞ്ഞാൽ മന്ത്രം ജപിക്കണം. കുറച്ച് ദേവീ സ്തുതികൾ പാടണം. അമ്മേ നാരായണ അറിയുന്നുള്ളൂ എങ്കിൽ അത് ചൊല്ലുക. ഓം നമഃശിവായ എന്ന് 108 പ്രാവശ്യം ജപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദേവി നടയിൽ നിന്ന് ജപിക്കുക. മന്ത്രജപം വേണം. അത് കഴിഞ്ഞാൽ പ്രസാദം സ്വീകരിക്കണം. ഇവിടെ ദേവിക്ക് മന്ത്രമയമായി അർച്ചകൻ തന്റെ ഉള്ളിലുള്ള ആന്തരിക ചൈതന്യം ഉണർത്തി ഒരു ദേവിയെ ഒരു പുഷ്പം കൊണ്ടോ ഫലങ്ങൾ കൊണ്ടോ വെള്ളങ്ങൾ കൊണ്ടോ ധൂപങ്ങൾ കൊണ്ടോ കർപ്പൂരങ്ങൾ കൊണ്ടോ അർച്ചിച്ച അല്ലെങ്കിൽ പൂജിച്ച ഒന്നിനെ നമുക്ക് കയ്യിൽ തൊടുവാനോ കുറിയായിട്ടോ തീർത്ഥമായിട്ടോ പൂവായിട്ടോ കർപ്പൂര ആരാധനയായിട്ടോ തരുമ്പോൾ അതിനെ ഭക്തൻ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ആ പ്രസാദത്തെ സ്വീകരിക്കുക. ഈ 5 കാര്യങ്ങൾ കുട്ടികളെയും പറഞ്ഞു പഠിപ്പിക്കുക. അമ്പലത്തിൽ പോയി തൊഴാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ ചെയ്താലാണ് തൊഴില് പൂർണ്ണമാകുള്ളൂ. ഈ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശീലിപ്പിക്കുക. ഇങ്ങനെ നല്ല ശീലങ്ങൾ വളർത്തുവാൻ കുടുംബത്തിലെ അമ്മമാർക്കും അതേപോലെ മുതിർന്നവർക്കും സാധിക്കട്ടെ. ഈ കുടുംബ സംഗമത്തില് വന്നിരിക്കുന്ന എല്ലാവർക്കും ദേവീനാമത്തില് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.